ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും എല്ലാവർക്കും പ്രത്യേകം ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസിൻ്റെ സമാധാനവും സന്തോഷവും പ്രത്യാശയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസവും നിങ്ങളുടെ ജീവിത അവസാനം വരെ, ജീവിതകാലം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ രാവിലെയും രാത്രിയിലും ഒരുപോലെ ദൈവസന്നിധിയിൽ എത്തുന്നതിനാൽ നിങ്ങളെ ഉപദ്രവിക്കുവാൻ കർത്താവ് ആരെയും അനുവദിക്കില്ല. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ ഭവനത്തിനോ വസ്തുവകകൾക്കോ ചുറ്റും ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ദ്രോഹം ചെയ്താൽ അത് കർത്താവ് നിങ്ങളെ തൊടുവാൻ അനുവദിക്കുകയില്ല. കർത്താവിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ സംരക്ഷിതരായിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവനെ അപഹരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവായ ദൈവം ഇന്ന് തൻ്റെ പ്രത്യാശയാൽ ഇന്ന് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സുരക്ഷിതത്വവും ദൈവത്തിലാണ്. നിങ്ങളുടെ പ്രത്യാശ, നിങ്ങളുടെ സമാധാനം, സന്തോഷം, ഇന്ന് വരെ അനുഭവിക്കാത്ത ദൈവികമായ ആനന്ദം, സമാധാനം, സന്തോഷം ഇന്നത്തെ ദിവസം, ഉണ്ണീശോയുടെ പിറവി ദിനമായ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഹൃദയത്തിൽ, ഭവനത്തിൽ, കുടുംബത്തിൽ, നിങ്ങളായിരിക്കുന്നിടത്ത് മുഴുവനും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ പ്രത്യേക സന്തോഷം ഇന്ന് നിങ്ങൾ അനുഭവിച്ചറിയും. അവിടുത്തെ ആനന്ദം, സമാധാനം ഇന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ ഭാരവും പ്രയാസങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്, എൻ്റെ ദൈവം എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിനാലാണ് അവിടുന്ന് ഈശോയെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എനിക്ക് വേണ്ടി ഒരു രക്ഷകനെ അവിടുന്ന് നൽകി. എൻ്റെ രക്ഷയ്ക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക്, എൻ്റെ കൂട്ടായ്മയുടെ രക്ഷയ്ക്ക്, എൻ്റെ സമൂഹത്തിൻ്റെ രക്ഷയ്ക്ക്, ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലെയും രക്ഷയ്ക്കു വേണ്ടി ദൈവമായ കർത്താവ് തൻ്റെ അനന്തമായ സ്നേഹത്താൽ തൻ്റെ ഏകജാതനെ എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന വിശ്വാസത്തോടെ കർത്താവായ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ച് തൻ്റെ ഏകജാതനെ പോലും എനിക്ക് വേണ്ടി നൽകിയ കർത്താവ് അവനോടുകൂടെ എനിക്കെല്ലാം നൽകിയിരിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ക്രിസ്മസ് ദിനത്തിൽ ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഹെരോദോസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കെലാവോസ് ആണ് പിതാവായ ഹെരോദോസിന്റെ സ്ഥാനത്ത് യൂദയായിൽ ഭരിക്കുന്നത് എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നാം ആഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവുമാണ്. ദൈവം നമുക്ക് വേണ്ടി അനാദികാലം മുതലേ വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾ ഓരോന്നും നിറവേറ്റപ്പെടുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ. ഈ ജനന തിരുനാൾ ആഘോഷിക്കുന്ന, ഉണ്ണീശോയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾ ഏവരും അറിയേണ്ടത്, നിങ്ങളുടെ ജീവനെ അപഹരിക്കുവാൻ ഇനി ആർക്കും സാധിക്കുകയില്ല. നിങ്ങളെ നശിപ്പിക്കുവാൻ ഇനി ആർക്കും സാധിക്കുകയില്ല. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ എന്ന് അറിയപ്പെടുന്ന ദൈവം നമ്മോടുകൂടെ എന്നറിയപ്പെടുന്നവൻ
നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് പ്രത്യാശയും പ്രതീക്ഷയും നൽകി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വാരി വിതറുന്നതിനു വേണ്ടി ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു. അതിനാലാണ് തൻ്റെ ഏകജാതനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കു വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കു വേണ്ടി, നമ്മുടെ കുടുംബാംഗങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി, നാം ആയിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ ഇപ്പോൾ ദൈവം തൻ്റെ ഏകജാതനെ നമ്മുടെ മേൽ അയച്ചു. നമുക്ക് വേണ്ടി ബത്ലഹേമിൽ പിറന്ന ഉണ്ണി നമ്മുടെ രക്ഷകനാണ്. ഉണ്ണിയായ യേശു ഇന്ന് നമ്മളുടെ ഹൃദയത്തിൽ, ഭവനത്തിൽ ജനിക്കുകയും അവൻ അവിടെ വളരുകയും ചെയ്യണം. ഇന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ വലിയ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണമായിരിക്കണം. എന്തെന്നാൽ പ്രതീക്ഷയുടെ ദൈവം, പ്രത്യാശയുടെ രക്ഷകൻ ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അപ്പനോ അമ്മയോ നിങ്ങളെ ഉപേക്ഷിച്ചാൽ പോലും നിങ്ങളുടെ കർത്താവ്, കൂടെയുള്ള ഇമ്മാനുവേലായ ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഇത് അനാദി മുതലേ പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത വാഗ്ദാനമാണ്. നമുക്ക് വേണ്ടി ദൈവം അരുളി ചെയ്ത ഓരോ വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു, ഏകജാതനായ ദൈവപുത്രനായ യേശു ക്രിസ്തു. അവനിൽ നാം പ്രത്യാശ അർപ്പിക്കുക. അവനെ നോക്കിയവർ പ്രകാശിതരായി. അവർ ഇനി വഞ്ചിക്കപ്പെടുകയില്ല, അവർ ശിക്ഷിക്കപ്പെടുകയില്ല, അവർ ഇനി നശിപ്പിക്കപ്പെടുകയില്ല, അവർ പരിത്യജിക്കപ്പെടുകയില്ല. എന്തെന്നാൽ നമ്മുടെ പ്രത്യാശ കർത്താവാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദൈവം നിങ്ങളെ മാനിക്കുന്നു. നിങ്ങളുടെ ഏതവസ്ഥയിൽ, പാപ അവസ്ഥയിൽ, രോഗാവസ്ഥയിൽ, ദാരിദ്ര്യ അവസ്ഥയിൽ, എല്ലാം നശിക്കപ്പെട്ട അവസ്ഥയിലാണ് നിങ്ങൾ കഴിയുന്നത് എങ്കിൽ, അന്ധകാരത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ, മരണത്തിൻ്റെ മണമുള്ള പ്രദേശത്തോടുകൂടിയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ, നിങ്ങളുടെ എല്ലാ തകർച്ചകളിലും ഇന്ന് നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ കർത്താവായ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അവൻ ഇമ്മാനുവേലാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവത്തെ ഇന്ന് നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. ക്രിസ്മസിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവിൻ്റെ പ്രത്യാശയും സമാധാനവും നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും നിങ്ങളുടെ ഭവനവും വസ്തുവകകളും കർത്താവിൻ്റെ നാമത്തിൽ എന്നേക്കും സംരക്ഷിതമാകട്ടെ. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും നിങ്ങൾക്ക് നൽകുന്നു. കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരിലും നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാ വിഷാദാത്മകമായ അന്തരീക്ഷം ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും, ഭവനത്തിൽ നിന്നും, വസ്തുവകകളിൽ നിന്നും എടുത്തു മാറ്റണമേ. നാശം വിതയ്ക്കുന്ന ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളും ഇന്ന് ഞങ്ങൾക്കെതിരെ, ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന അനേകർക്കെതിരെ വെച്ച് നീട്ടുന്ന ദുഷ്ടന്റെ ആധിപത്യങ്ങൾ, ദുഷ്ടന്റെ സ്വാധീനങ്ങൾ, ദുഷ്ടന്റെ പ്രലോഭനങ്ങൾ, ദുഷ്ടന്റെ നാശകരമായ പ്രതീക്ഷകൾ എല്ലാം ഇന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ തകർക്കപ്പെടട്ടെ. എൻ്റെ കർത്താവായ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ നിന്റെ സമാധാനം നിറയ്ക്കണമേ. നിന്റെ സമാധാനം എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തട്ടെ. ലോകം നൽകുന്ന സമാധാനം ഇനി ഞങ്ങൾക്ക് വേണ്ട. ദൈവം നൽകുന്ന സമാധാനമാണ് ഞങ്ങൾക്ക് ആവശ്യം. ദൈവമേ, ഇന്നത്തെ ദിവസം ദൈവികമായ സന്തോഷവും സമാധാനവും
ആനന്ദവും മറ്റെല്ലാ കൃപാവരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹവും അഗ്നിയും ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ, കുടുംബത്തിൽ, ഭവനത്തിൽ, വസ്തുവകകളിൽ, ഞങ്ങൾക്ക് ചുറ്റുമായിരിക്കുന്നവരിൽ നിറഞ്ഞു കവിയട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാ സമാധാനവും സന്തോഷവും പ്രത്യാശയും രക്ഷയും കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്ത ഓരോ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിന് ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഞങ്ങളായിരിക്കുന്ന സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഇന്ന് രക്ഷിക്കണമേ. എല്ലാ രോഗപീഠകളിലും, എല്ലാ അവസ്ഥയിലും, പ്രതിസന്ധിയിലും, പ്രശ്നത്തിലും ദൈവമേ നിന്നിൽ പ്രത്യാശ അർപ്പിക്കുവാനായിട്ടാണ് ഇന്ന് ഉണ്ണീശോയെ ഞങ്ങൾക്ക് വേണ്ടി ഭൂജാതനാക്കിയത്. അതിനാൽ ഇനി ഞങ്ങൾ ഭാരപ്പെടുകയില്ല, ഇനി ഞങ്ങൾ പ്രശ്നങ്ങളെ ഓർത്ത് ദുഃഖിക്കുകയില്ല, പ്രതിസന്ധികളെ ഓർത്ത് വിഷമിക്കുകയില്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഓർത്ത് ഇനി ഞങ്ങൾ വിഷമിക്കുകയില്ല. എന്തെന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ബത്ലഹേമിൽ ഉണ്ണി പിറന്നു, ഉണ്ണീശോ പിറന്നു. ദൈവപുത്രനായ ഏകജാതനായ യേശു നമുക്ക് വേണ്ടി പിറന്നു. അതിനാൽ ഞങ്ങൾ ഇനി ദുഃഖിക്കുകയില്ല. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം എടുത്തു മാറ്റി ദൈവത്തിൻ്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ, സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ. ദൈവിക അഗ്നിയാൽ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഞങ്ങളായിരിക്കുന്ന സമൂഹത്തെയും നീ വിശുദ്ധീകരിക്കണമേ. സകല അന്ധകാര ശക്തികളും ഞങ്ങളിൽ നിന്ന് വിട്ടകലട്ടെ. ദുർമന്ത്രവാദങ്ങൾ വിട്ടുപോകട്ടെ. അഭിചാര പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. സകല ദുഷ്ടതയും കെട്ടുകൾ പൊട്ടട്ടെ. ഞങ്ങളെ ചുറ്റി വളഞ്ഞാൻ ശ്രമിക്കുന്ന, ഞങ്ങളുടെ ജീവൻ അപഹരിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ പിശാചിന്റെ തന്ത്രങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഖണ്ഡിച്ച് മാറ്റുന്നു. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി രക്ഷകനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി നൽകിയ ദിവസമാണ്. ഈ ദിവസം ആഘോഷിക്കുവാൻ, ആനന്ദപൂർണമാക്കുവാൻ, ഈ ദിവസം സന്തോഷിക്കുവാൻ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും എൻ്റെ ദൈവമേ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടത്തി അവരുടെ ആവശ്യങ്ങളിൽ നീ അനുഗ്രഹിച്ച് അവർക്ക് തുണയായിരിക്കണമേ. അവരെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ, ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ച ദൈവമായ കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഉണ്ണീശോയുടെ പിറവി നിന്നിൽ ഏറ്റവും ആനന്ദമുളവാക്കി നിന്നെ ദൈവം മഹത്വപ്പെടുത്തിയത് ഓർത്ത് ഞങ്ങൾ ഇന്ന് സന്തോഷിക്കുവാൻ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിന്നിലുണ്ടായ സന്തോഷവും സമാധാനവും ഉണ്ണിയെ വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഉണ്ണിയെ കണ്ടപ്പോൾ ഉണ്ടായ നിന്റെ സന്തോഷവും സമാധാനവും ആനന്ദവും ഇന്ന് ഞങ്ങൾക്കും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും അമ്മേ മാതാവേ ഉണ്ടാകുവാൻ നീ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങളെ സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും ആനന്ദം കൊണ്ടും നിറയ്ക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ കൃപാവരങ്ങളും ഇന്ന് നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വസ്തുവകകളും ഭവനവും എപ്പോഴും വിശുദ്ധീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഇന്ന് നിങ്ങളെ ഉയർത്തി അനുഗ്രഹിക്കുന്ന ദിവസമാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ, നിങ്ങളുടെ പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ കർത്താവിൻ്റെ സമാധാനവും സന്തോഷവും ആനന്ദവും എപ്പോഴും നിലനിൽക്കട്ടെ. കർത്താവിൻ്റെ രക്ഷ നിങ്ങൾ ഓരോരുത്തരും കാണട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കും. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോയുടെ നാമത്തിൽ ആമേൻ.